Hi, welcome to the next lecture of the numerical analysis. കഴിഞ്ഞ ക്ലാസ്സിൽ ഗോസ് ബാക്ക്വേർഡ് ഫോർമുലയും ഗോസ് ഫോർവേഡ് ഫോർമുലയുടെയും ഫോർമുല ചെയ്തു. ഗോസ് ഫോർവേഡ് ഫോർമുലയിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബ്ലം ചെയ്തു. ഗോസ് ബാക്ക്വേർഡ് ഫോർമുല എന്തായിരുന്നു? ഫോർമുല ബൈ യൂസിങ് ദിസ് ഫോർമുല എന്തായിരുന്നു? yp is equal to yp equal to y0 plus g1 dash into y1 minus 1 plus g2 dash into del square y minus 1 plus g3 dash into del cube y minus 2 plus g4 dash into del raised to 4 y minus 2 plus etc. g1 dash എന്തായിരുന്നു? g1 dash is equal to, actually that is p. g2 dash is equal to p into, നേരത്തെ ഫോർവേഡിൽ p minus 1 ആയിരുന്നു, ഇവിടെ p plus 1 ആയിരിക്കും. അപ്പം അടുത്തത് എന്തായിരിക്കും? p plus 1 into p അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ p minus 1 മൾട്ടിപ്ലൈ ചെയ്യുക by 3 factorial. സിമിലർലി g4 ഡാഷിൽ അപ്പം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് p plus 2 ആയിരിക്കും. അപ്പോൾ p plus 1 into p into p minus 1 into p plus 2 divided by 4 factorial ആയിരിക്കും. Divided by 4 factorial. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ബാക്ക്വേർഡ് ഫോർമുല. ഓക്കെ, സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂസിങ് the Gauss backward formula, that is find population for the year. Find population for the year 1936. 1936 ആണെങ്കിൽ ഇതിന്റെ മിഡിൽ ആണ് വരുന്നത്. സോ നമ്മൾ സെൻട്രൽ ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഇനി ഇതിൽ ചെയ്യാനുള്ളത് എക്സ് വൈ ഡെൽറ്റ ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ ക്യൂബ് ഡെൽറ്റ റൈസ് ടു 4 ഡെൽറ്റ റൈസ് ടു 5 എക്സെട്ര. ഫൈൻഡ് പോപ്പുലേഷൻ ഫോർ ദ ഇയർ 1936 കാണാനാണെങ്കിൽ മിഡിലത്തേതാണ്. അപ്പം നമ്മൾക്ക് ഈ ഫോർമുലാസ് എല്ലാം ചെയ്യണം. എക്സ് വൈ എന്തായാലും ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. 1901, 1911, 1921, 1931, 1941, 1951. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 12, 15, 20, 27, 39 and 52. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 3 വരും, ഇത് 5 വരും, 7 വരും, പിന്നെ 12 വരും, 13. ഈ ഡിഫറൻസ് 2, 2, 5, 1, 0, 3, -4. ഇവിടെ 3, -7, -10. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്കിതിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ ഫോർമുലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമുല എന്തായിരുന്നു? ഫോർമുല ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതായിരുന്നു ഫോർമുല. ഇനി പി ഇൻറ്റു പി എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ പി ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ പി ഈക്വൽ ടു ആക്ച്വലി x means 1936 minus x0 means 1931 divided by h means ഇവിടെ 10 ആണ്. That's equal to 5/10 which is equal to 1/2. പിന്നെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ x0 എന്തായിരുന്നു? 6 ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6. x0 എന്തായിട്ടാണ് എടുക്കേണ്ടത്? 1931 ആയിട്ട്, മിഡിലത്തേതായിട്ടാണ് എടുക്കുന്നത്. 1931 ആണ് x0 ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ടത് ഇത് x0, ഇത് y0 ആണ്. അപ്പോൾ ഇതെന്ത് വരും? ഡെൽറ്റ y0, ഇത് ഡെൽറ്റ y1, ഇത് ഡെൽറ്റ, സോറി ഇത് y0 അല്ല കേട്ടോ, y0 അല്ല,
the x naught, x minus 1, x minus 2, x minus 3. അപ്പോൾ delta y minus 3 ആണ്, delta y minus 2 ആണ്, delta y minus 1 ആണ്, ഇത് delta y 0 ആണ്, പിന്നെ വരുന്നത് delta y1. ഇതാണെങ്കിൽ del square y minus 3, ഇത് del square y minus 2, ഇത് del square y minus 1, ഇത് del square y naught. ഇതാണെങ്കിൽ del cube y minus 3, delta cube y minus 2, delta cube y minus 1. ഇത് delta raised to 4 y minus 3, delta raised to 4 y minus 2, ഇത് delta raised to 5 y minus 3. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ yp equal to ഫസ്റ്റ് എന്ത് ചെയ്യണം, y naught is 27 പ്ലസ്, പിന്നെ നെക്സ്റ്റ് ഉള്ളത് 27 പ്ലസ് p into g1 is equal to p1 ആണ്, p ആണ്, this 1/2 into 0.5 into എന്താണ് വരിക, ഡെൽറ്റ എന്താണത്, ഡെൽറ്റ y minus 1 ആണ്, ഡെൽറ്റ y minus 1, പിന്നെ del square y minus 1, ഡെൽറ്റ y minus 1 ഓൾറെഡി നമ്മൾ 7 ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 7 പ്ലസ് p into p minus 1 0.5 into plus 1 ആണ് അല്ലേ, 0.5 plus 1 divided by 2 into del square y minus 1, del square y minus 1 എത്രയാ, 5 ആണ്, 5 plus 0.5 into 1.5 into minus ആണെങ്കിൽ minus 0.5 divided by 3 factorial 6 into എത്ര വരും, del cube y minus 1 ആണെങ്കിൽ ഇവിടെ del cube y minus 2 ആണ് വരിക, del cube y minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് ഇവിടെ വരിക, that's equal to 3 plus again എന്താ, ഇത് തന്നെ 0.5 into 1.5 into minus 0.5 into again നമ്മൾ p plus 1 ചെയ്തു, p minus 1, ഇനി p plus 2 ചെയ്യും, that is 2.5 divided by 4 factorial into delta cube y minus 2 ആണ് എടുത്തത്, delta raised to 4 delta cube y minus 2, delta raised to 4 y minus 2 തന്നെ, delta raised to 4 y minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus 7, that's equal to minus 7 plus ഒന്നും കൂടി ഉണ്ട് plus 2.5 into 1.5 into 0.5 into minus 0.5 into ഇനി p minus 2 ഉണ്ട്, അപ്പോൾ minus 1.5 divided by ഏത് ഫാക്ടോറിയലാ, 5 ഫാക്ടോറിയൽ ആണെങ്കിൽ എത്ര വരും, that is 120 into next is minus 10, minus 10 എന്താ, delta raised to actually that is delta raised to 5 by minus 3. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും വരിക, the answer will be 32.3427 thousands. ഇതെല്ലാം തൗസൻഡ്സിലാണ് ഉള്ളത് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തൗസൻഡ്സ് ആയിരിക്കും നമ്മുടെ പോപ്പുലേഷൻ ആയിട്ട് വരിക. ഓക്കെ.